സങ്കീർത്തനം 119 162 വാക്യം, 1-2 വാക്യങ്ങൾ വായിക്കാം. 162. വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. 1-2 വാക്യം കൂടെ വായിച്ചു. ഞാൻ ഭോഷ്കു പകച്ചു വെറുക്കുന്നു. നിന്റെ ന്യായപ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തിൽ പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഹല്ലേലൂയ. അതിന്റെ 175 വാക്യത്തിൽ നിന്നെ സ്തുതിക്കേണ്ടതിന് എന്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ്. 119 സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഓരോ വാക്യത്തിലും ദൈവത്തിന്റെ വചനത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. ഒന്നീ കൽപ്പനകളെ, അല്ലെ ചട്ടങ്ങളെ, അല്ലെ വിധികളെ, അല്ലെങ്കിൽ കർത്താവിന്റെ വചനം. ഇങ്ങനെ ഓരോ വാക്യത്തിലും ഒരു പ്രാവശ്യമെങ്കിലും ഈ വേർഡുകൾ വന്നിട്ടുണ്ട്. കർത്താവിന്റെ വചനങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഓരോ വാക്യം നമ്മൾ എടുത്തു നോക്കിയാൽ എങ്ങനെയെങ്കിലും കാണും. ഇത്ര അത്ഭുതമായിട്ടാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നതെന്ന് അറിയാം. മാത്രമല്ല, ഈ സങ്കീർത്തനം തന്നെ ഹീബ്രു അക്ഷരമാലയിലെ അൽഫ് മുതല് അതിന്റെ അവസാനത്തെ എന്തുവാ തൗ എന്ന് പറഞ്ഞാൽ മുദ്രയിട്ടേക്കുന്നൊക്കെ ഉള്ളതിന് വെളിപ്പാട് പുസ്തകത്തിൽ തൗ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തൗവിന്റെ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം തൗ വരെയുള്ള 24 അക്ഷരങ്ങളും ആദ്യം ഇതെന്ത് ചെയ്യുക, എടുത്തു വെച്ചിട്ട് 8 വാക്യം വെച്ചിട്ട് അത് എഴുതിയിരിക്കുക. അക്ഷരമായൊരു സങ്കീർത്തനമാണ്. പക്ഷെ വലിപ്പ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ആരും അധികം സങ്കീർത്തനങ്ങളിലൊന്നും ഇത് ആരും വായിക്കത്തില്ല. എന്നാലേ എല്ലാ വചനങ്ങളും 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ നിന്റെ വായിൽ നിന്ന് വരുന്ന ന്യായപ്രമാണം എനിക്ക് എത്ര യുദ്ധമോ. ഹല്ലേലൂയ. വേറൊരു പറയുന്നത് നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത് വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് അത് താഴെ പറയുന്നത് നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. ന്യായപ്രമാണത്തിൽ പ്രിയമുള്ളവർക്കെല്ലാം മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് വചനം ജഡമായി വന്ന് നമ്മുടെ ഇടയിൽ കർത്താവായ യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിനെ നമ്മുടെ ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ എല്ലാം മറഞ്ഞു കിടക്കുന്ന ഒരു പാറ, അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവിടുന്ന് ഈ വചനങ്ങളിലെല്ലാം വചനം ജഡമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തിനകത്ത് എന്താ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അതാണ് വചനം ജീവനും ചൈതന്യമുള്ളതാ. അവന്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം, ഹല്ലേലൂയ, വാക്കുകൾ എന്ന് പറയുന്നതാണ് ഈ വചനങ്ങള്. ഹല്ലേലൂയ. നമുക്ക് ജീവൻ തരുന്നതാണ് ദൈവത്തിന്റെ വചനം. മരിച്ചവരെ ഉയർപ്പിക്കുക, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്നതുമായ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ആ ശക്തിയേറിയ വചനമാണ്. വചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. രക്തത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പമുണ്ട്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് ജോയിൻ ചെയ്തിരിക്കുമ്പോഴാണ് ഒരു വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിൽ ആനന്ദിക്കാൻ പറ്റും. ഒരു മനുഷ്യനാണെങ്കിൽ മത്തായി സുവിശേഷത്തിൽ ഒരു ഉപമയുണ്ട്. ഒരു മനുഷ്യനാണെങ്കിൽ ഒരു നിധി കണ്ടിട്ട് അവൻ എന്നുള്ളത് എന്താ, സകലതും വിറ്റിട്ട് എന്ത് ചെയ്തു, പോയി ആ വയൽ വാങ്ങി. പണ്ടേ കാലത്തൊക്കെ ആണെങ്കിൽ വയലാന്നേലെ ഈ സീക്രട്ടായിട്ട് നിധിയൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോകും. അതിന് ചില സീക്രട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് നിധി എന്ത് ചെയ്യും, കുഴിച്ചിടും. ഹല്ലേലൂയ. അങ്ങനെ കുഴിച്ചിട്ട് ഒരു മനുഷ്യരെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മനുഷ്യരൊക്കെ അങ്ങ് മരിച്ചു പോകും. അവരാരും അറിയത്തില്ല. എന്നാൽ ഒരു മനുഷ്യൻ ഇത് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്തു, അവന് മത്തായി 13 എഴുതിയിട്ടുണ്ട് 44 വാക്യം. അവൻ എന്നിട്ട് ഇത് എടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ എന്ത് ചെയ്തു, ഒളിച്ചു വെച്ചിട്ട് അവൻ പോയി ലീഗലായിട്ട് ഇത് വാങ്ങിച്ചു. ഈ വസ്തു പോയി എന്ത് ചെയ്തു, തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ വയൽ വാങ്ങി. ഹല്ലേലൂയ. കർത്താവിനെ അറിയണമെങ്കിൽ ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ നിശ്ചയിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഈ കർത്താവിനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ കുറച്ച് ത്യാഗമാണ്. അവനുള്ള സകലതും അവന് വിറ്റു. പൗലോസ് പറയുന്ന പോലെ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിനെ അറിയേണ്ടതിനും അവനെയും അവന്റെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഒന്ന് രുചിച്ചറിയണം. ക്രിസ്തുവിനെ ഒന്ന് നേടണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ സകലതും എന്ത് ചെയ്യാം, ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം
ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാരത്തിന്റെ ശക്തിയെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർന്നിരുന്നു. ചവർന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സകലതും അവൻ എന്ത് ചെയ്തു? വിറ്റിട്ട് ആ വയലിനകത്തുള്ള ആ നിധി, അതാണ് ആ ഗുപ്തമായിട്ട് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വചനങ്ങളൊക്കെ എന്ത് അവനിൽ ഗുപ്തമായിരിക്കുന്നു. ആ കർത്താവിനെ ഒന്ന് നേടണം. അതാണ് ഏറ്റവും നമ്മുടെ ആ മണവാളനുള്ളവൻ എന്ത് ചെയ്യുക? മണവാട്ടിയുള്ളവൻ മണവാളന്. അപ്പൊ നമ്മളെ ഒരു മണവാട്ടിയാക്കി തീർത്തെങ്കിൽ ഈ മണവാളനെ എങ്ങനെയെങ്കിലും കരസ്ഥമാക്കുക, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അതുകൊണ്ട് സകലതും അപ്പൊ നമ്മുടെ ഈ ഹൃദയമൊക്കെ ഒരു വലിയൊരു ധനവാന് കർത്താവിന്റെ അടുക്ക വന്ന് വലിയ കാര്യത്തിൽ പറഞ്ഞു, എന്തോ സ്വർഗരാജ്യത്തിന് എങ്ങനെ പോകണം, കൂളായിട്ട് അവനതൊക്കെ നിസ്സാരമാണ്, അവനൊരു സീരിയസ്നെസ് ഇല്ല. എന്നാൽ ഇവിടെ ഈ വയൽ വാങ്ങിയവൻ എന്ത് ചെയ്തു? സകലം വിട്ട് ഇതെങ്ങനെങ്കിലും എനിക്ക് ആ നിധി ഒന്ന് കരസ്ഥമാക്കണം. നിധി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കുന്ന നിത്യ ജീവനാ. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനെ എന്താണ് യോഹന്നാൻ 3:16 എന്റെ ഏകജാതപുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. ഹാലെ, നമുക്ക് നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നു. പക്ഷേ യേശുവിനെ നമ്മളൊന്ന് കണ്ടെത്തണം. ഹല്ലേലൂയ. അവനിൽ ഇരിക്കണം. അവന്റെ പുനരുത്ഥാനത്തിന്റെ അവന്റെ ആ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയൊക്കെ ഒന്ന് അനുഭവിച്ചറിഞ്ഞ് അവനിലൊന്ന് ആനന്ദിച്ച് സന്തോഷിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനെ എന്ത് ചെയ്യുക? നേടണം. ഹല്ലേലൂയ. അതാണ് നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞ സങ്കീർത്തനങ്ങൾ. അതിനാണ് ഈ പ്രാർത്ഥനകൾ. എങ്ങനെയെങ്കിലും കർത്താവിനെ ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് എന്ത് ചെയ്യണം? അവനെ അറിയണം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു. ഇപ്പൊ ഇവിടെ ആരും നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സിസ്റ്റർ പ്രാർത്ഥിച്ചെങ്കിൽ, ഒരാൾ വചനം പറയുന്നെങ്കിൽ ഒരാൾ അതിനോട് കൂടെ നമ്മൾ ഒരുമിച്ച്. ഹല്ലേലൂയ. അതാണ് തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാടിയും ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി ജ്ഞാനത്തോടെ നമ്മളിൽ അങ്ങോട്ട് വസിക്കണം. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാന്നറിയാം? പിന്നെ ഈ ഇരുട്ടിന്റെ ശക്തികളൊക്കെ അങ്ങ് മാറും. ഈ നമ്മൾ 119 സങ്കീർത്തനത്തിന്റെ 105 വാക്യം ഒന്ന് വായിക്കണം. നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാവുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ ജ്ഞാനം എന്ന് പറയുന്നത്, ഈ പ്രകാശം എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെ ആത്മാവാ. ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ല ഏലീശയുടെ അടുക്കൽ വന്ന് ഗേഹസി, വലിയൊരു സൈന്യം ഞങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. അവൻ നോക്കിയപ്പോ സൈന്യത്തെയാ കാണുന്നേ. ഏലീശ എന്താ പറഞ്ഞേ? കർത്താവേ, ഇവന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. അപ്പൊ ഈ അത്ഭുതങ്ങളൊക്കെ ഒന്ന് കാണണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കർത്താവിന് സ്വർഗത്തിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണോ? സങ്കീർത്തനം വായിക്കണോ? ഒന്നുമില്ല. അവിടെ ഒന്നുമില്ല. അവിടെ സ്വർഗത്തിൽ കാവളം നൊടിക്കുമ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ശരീരം എന്ത് ചെയ്യും? രൂപാന്തരപ്പെട്ടിട്ട് നമ്മുടെ കർത്താവിന്റെ ശരീരത്തോട് അനുരൂപമാകും. പക്ഷെ ഈ പ്രാർത്ഥനയും സ്തുതിയൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. ഹല്ലേലൂയ. അവന്റെ കർത്താവിനെ ഒന്ന് കൂടുതലായിട്ടൊന്ന് അറിയണം. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആ വചനങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഒന്ന് വസിക്കണം. ഹല്ലേലൂയ. അവനിൽ ഇരിക്കേണ്ടതിനും പിന്നെന്താണ്? അവനിൽ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അറിയേണ്ടതിന്. ഹല്ലേലൂയ. കൊലോസ്യലേഖനത്തിൽ പറയുമ്പോഴേ അവനിൽ വേരൂന്നിയും അവനിൽ നിന്ന് ആത്മീയ വർധന പ്രാപിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് കർത്താവിന് ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഒരു ദിവസം പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ദിവസേന മരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു. ദിവസേന മരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുമ്പോഴേ ആ ധനവാൻ വന്നിരുന്നിട്ട് പറഞ്ഞ എന്താ? ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യാ? പണ്ട് മുതലേ ആചരിച്ച് പോരുന്നല്ലോ. ഒരെണ്ണം കർത്താവ് പറഞ്ഞതേ ഉള്ളൂ, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ആ കൽപ്പന ഞാൻ പറഞ്ഞേക്കുന്നത് ഇതൊക്കെ വായിച്ചു വിടുന്നേ ഉള്ളൂ. പക്ഷെ അവൻ ആചരിക്കുന്നില്ല. അവന്റെ ഹൃദയം കർത്താവ് എന്ത് ചെയ്തു? അറിഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയദൃഷ്ടി അങ്ങോട്ടൊന്ന് പ്രകാശിക്കാൻ പൂർണ്ണമായിട്ട് നമ്മൾ കർത്താവിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ
ഹൃദയവും ഹൃദയം ഇരിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവിനെ ഒന്ന് അറിയാന്ന് പറഞ്ഞാൽ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ, അതാണ് ഏറ്റവും ഫസ്റ്റ് കൽപ്പന. അത് നമ്മളൊന്ന് അറിയുമ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഡെഡിക്കേറ്റഡ് മനസ്സുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ ഒന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ അപ്പൊ നമ്മൾ ഈ കർത്താവിനെ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ വസിക്കേണ്ടതിനും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, ഞാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് നിങ്ങൾ എന്ത് ചെയ്യും? വാസം ചെയ്യും. വാസം ചെയ്യും. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. അവരും നമ്മിലാകേണ്ടതിന് തന്നെ. അതിന്റെ 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അതിന്റെ താഴോട്ട് വാക്യം വരെയുണ്ട്, ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലും ഉണ്ടെങ്കിൽ എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവിൽ ആണെങ്കിൽ ഒന്നാണെങ്കിൽ, ഹല്ലേലൂയ. അതിന്റെ 24-ാം വാക്യത്തിലുണ്ട്, പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് തന്ന മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ സ്വല്പം മേളിലിട്ടുണ്ട്, അവരും ഒന്നാകേണ്ടത് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. എന്നിട്ടാണ് 24-ാം വാക്യം ആരംഭിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൽ ഒന്നാകുക. ഹല്ലേലൂയ. എങ്ങനെ സാധിക്കും അത്? ഹല്ലേലൂയ. രണ്ടല്ല, ഒരു ദേഹമായിരിക്കുന്നത് പോലെ നാമും ക്രിസ്തുവുമായിട്ട് ലയിച്ചിരിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. അതെങ്കിലും ഒരു അവസ്ഥയിൽ മാത്രമേ ദൈവത്തിന്റെ വചനം നമ്മളിൽ എന്ത് ചെയ്യുള്ളൂ? ഐശ്വര്യമായി വസിക്കുള്ളൂ. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അത്ഭുതങ്ങളുടെ ദൈവം, സർവശക്തനായ ദൈവം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരു കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ. യിരെമ്യാ പറയുമ്പോൾ എങ്ങനെയാ പറയുന്നേ? ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഞാനപ്പോ ഭക്ഷിച്ചു. ഹല്ലേലൂയ. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷം, എന്റെ ഹൃദയത്തിന് ആനന്ദമായി തീർന്നു. ഹല്ലേലൂയ. നാം അതൊന്ന് കണ്ടെത്തി ഒന്ന് ഭക്ഷിക്കുമ്പോൾ, എസ്കേലിനോട് പറയുമ്പോഴെന്താണ് എസ്കേൽ പറയുന്നത്? വചനത്തെ കണ്ടെത്തി അത് ചുരുള് കിട്ടിയപ്പോഴെന്താണ്? ചുരുൾ എന്ത് ചെയ്യാ? അങ്ങ് തിന്നു, എന്റെ വായ തിന്നു. എനിക്ക് എന്റെ ഉള്ളിൽ മധുരമായിരുന്നു. വയറ്റിൽ ചെന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? എന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് 1000 പൊൻവെള്ളി നാണ്യങ്ങളെക്കാളും നിന്റെ വായിൽ നിന്ന് വരുന്ന വചനം എനിക്ക് പ്രിയം എന്ന് പറഞ്ഞാൽ മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോഴേ നമുക്ക് റിട്ടൺ വേർഡ് ഉണ്ട്, അതാണത് നമ്മുടെ ലോഗോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവന്റെ വായിൽ നിന്ന് വരുന്ന വചനം എന്ന് പറഞ്ഞാൽ റേമ. ഹല്ലേലൂയ. ഓൺ ദ സ്പോട്ടില് അങ്ങോട്ട് കിട്ടുന്ന ആ വചനം. ഒരു നാസി ഈ പടയാളികളെ എല്ലാം ഹിറ്റ്ലർ ഇങ്ങനെ കൊന്നൊടുക്കി, അനേകരെ ഇങ്ങനെ ചേംബറിലിട്ട് ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഇംഗ്ലീഷുകാരനെയും കൂടെ പിടിച്ച് അവനെയും കൂടി നാസി പട്ടാളത്തിൽ കിട്ടിട്ടു. യഹൂദന്മാരെയൊക്കെ ആണ് 40 ലക്ഷം യഹൂദന്മാരെ ചേംബറിലിട്ട് കൊന്നവനാ ഈ നാസി ഹിറ്റ്ലർ. ആ നാസിയുടെ ആ കോൺസെൻട്രേഷൻ എന്താന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പൊടി കിട്ടത്തില്ല. പിന്നെ അതിനകത്ത് അടുത്ത വിഷവാദമൊക്കെ കൊടുത്ത് ഇവരെ ഇങ്ങനെ കൊല്ലുക. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ഇംഗ്ലീഷുകാരൻ, ഒരു പയ്യൻ, അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നു. അവൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയ ബൈബിൾ ഉണ്ടായിരുന്നു. അവന് അതിനകത്ത് അവരെ പട്ടാളക്കാർ പിടിച്ചെടുത്തുകൊണ്ട് പട്ടാളത്തിൽ ഇട്ടിരിക്കുക. അടുത്ത ഊഴം ഇവനെയും കൂടെ അതിനകത്ത് ചേംബറിൽ ഇടാൻ വേണ്ടി ഇട്ടിരിക്കുക. ഇങ്ങനെ ഇരുന്നപ്പോൾ അവനോട് ദൈവത്തോട് ശക്തിയായിട്ട് പ്രാർത്ഥിച്ച്, കർത്താവേ നിന്റെ വചനം പറയുന്നല്ലോ, നീ എന്നെ വിടുവിക്കും, സഹായിക്കും, ശക്തീകരിക്കും. ഇപ്പോഴാണ് കർത്താവ് എന്ത് ചെയ്ത് അവനോട് പറഞ്ഞു, നീ 91-ാം സങ്കീർത്തനം എടുത്ത് വായിക്കാൻ പറഞ്ഞു. സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും. ഹല്ലേലൂയ. അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ മോസ്റ്റ് ഹൈ എന്നാണ് വായിക്കുന്നത്. മറവിൽ സർവശക്തന് നിൽക്കീഴിൽ പാർക്കുന്ന യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയം ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നത് നിന്നെ കണിയുന്നു. ഈ വചനങ്ങൾ അങ്ങോട്ട് വായിച്ചപ്പോഴും എന്റെ ദൈവം എന്റെ പ്രൊട്ടക്ഷൻ ആണെന്നുള്ള ഒരു വചനം അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നടന്ന സംഭവമാണ്, കഥയല്ലേ. അതൊരു ഒരു സ്റ്റോറിയിൽ അത് അവസാനം ഇവരിന്ന് വിടിച്ച് ഒരു ലൈഫ് സ്റ്റോറി എഴുതിയപ്പോൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്.
അവസാനം ഇങ്ങനെ ഇരുന്നപ്പോഴേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, നിന്നെ ഞാൻ ഇതിൽ നിന്ന് വിടുവിക്കും, നീ നീ പറയാൻ പറഞ്ഞു. ഐ ആം ഫ്രം മോസ്റ്റ് ഹൈ, ഐ ആം ഫ്രം മോസ്റ്റ് ഹൈ. അങ്ങനെ അവൻ അങ്ങോട്ട് വചനം പറഞ്ഞു, ഞാൻ അത്യുന്നതിന്റെ എൻ്റെ മകനാണ്, അത്യുന്നതിന്റെ ആളാണെന്നുള്ള രീതിയിലാണ് ഐ ആം ഫ്രം മോസ്റ്റ് ഹൈ എന്ന് പറയാൻ പറഞ്ഞു. ഐ ആം വെരി മോസ്റ്റ്, ഇങ്ങനെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു അവനോട് നടക്കാൻ പറഞ്ഞു. മുമ്പോട്ട് നടന്നു. ക്യാമ്പിൽ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് നടന്നപ്പോൾ പട്ടാളക്കാരെല്ലാം അവിടെ പിടിച്ചു നിർത്തി. അവൻ പറഞ്ഞു ഐ ആം മോസ്റ്റ് ഹൈ എന്ന്. ഉടനെ പട്ടാളക്കാർ തോക്കെല്ലാം കൊടുത്ത് താഴെ ഇട്ടേച്ച് ഇവനോട് അങ്ങ് കടന്നു പോകാൻ പറഞ്ഞു. സല്യൂട്ടും ഒക്കെ കൊടുത്ത്, പട്ടാളച്ചിട്ട് സല്യൂട്ടും ഒക്കെ അടിച്ച് ഇവനെ അങ്ങോട്ട് കടത്തി വിട്ടു. ഇവൻ വീണ്ടും അങ്ങോട്ട് ചെന്നു, ഐ ആം ഫ്രം മോസ്റ്റ്. അടുത്ത പട്ടാളക്കാരോടെ നിൽക്കുക. അങ്ങനെ 2-3 പട്ടാളക്കാരുടെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇവനൊന്നും മനസ്സിലാകുന്നില്ല ഇതെന്താണെന്ന്. ഒടുവില് പിന്നാണ് കാര്യം മനസ്സിലായത്. ഹിറ്റ്ലറിന്റെ ഒരു സീക്രട്ട് വേർഡായിരുന്നു മോസ്റ്റ് ഹൈ. അപ്പൊ മോസ്റ്റ് ഹൈ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലറിന്റെ ഇവനെ വിട്ടേക്കാനുള്ളതാണ് കമാൻഡ്. അല്ലെങ്കിൽ ആ പട്ടാളക്കാരോട് അത് സീക്രട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു. അതാണ് വായിൽ നിന്ന് വരുന്ന വചനം, തക്ക സമയത്ത് നമുക്ക് വേണ്ടി തരുന്ന ദൈവത്തിന്റെ വചനം. അതാണ് പറഞ്ഞത്, അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇടയ്ക്ക് കട്ടായി പോകുന്ന പോലെ. ഇടയ്ക്കിടയ്ക്ക് കോള് കയറി വരുന്നോണ്ടാണ്. വചനം അയച്ച് എന്ത് ചെയ്തു? ഞാൻ അവരെ വിടുവിക്കുന്നു. തക്ക സമയത്ത് നമുക്ക് വേണ്ട വിടുതല് അവിടുത്തെ വചനത്തിൽ നിന്ന് കർത്താവ് വായിക്കും. ആ വചനം നമ്മൾ ഏറ്റെടുത്ത് അങ്ങോട്ട് വിശ്വസിക്കുമ്പോൾ, ഞാൻ നിന്നെ സൗഖ്യമാകുന്ന യഹോവ, രാട്ടിപ്പണികളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു, വന്ന യാതൊരു യാതി ഞാൻ നിനക്ക് വരുത്തി. ചില സമയത്ത് നമ്മൾ നീറി പുകഞ്ഞിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുക? നമ്മളെ ശക്തിയായിട്ട് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. ഈ വചനം നമ്മുടെ വായിൽ അപ്പൊ എന്ത് ചെയ്യും? ഇരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിന്റെ വായ എന്ത് ചെയ്യാം? ഞാൻ എന്ത് ചെയ്യാം? മൂർച്ചയുള്ള പോലെയാക്കി ആ വചനം നമുക്ക് ഇങ്ങോട്ട് തന്ന് നമ്മളെ അത് നമ്മൾ ഈ റോ ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ എടുത്ത് കഴിക്കാൻ നോക്കി കഴിഞ്ഞാല് വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. എന്നാൽ അതിനകത്ത് ഇച്ചിരി കുരുമുളകും അതും ഇതൊക്കെ ഇട്ട് ഈ ബ്രൊക്കോളിയൊക്കെ അങ്ങോട്ട് എടുത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റി ഇച്ചിരി സോസൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഉപ്പൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്തോ ടേസ്റ്റാ. അതുമാതിരി ഈ ഉൾനട്ട വചനം യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഉൾനട്ട വചനം, പ്രോസസ്ഡ് വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിന്റെ വചനം നമ്മുടെ വിശ്വാസമായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന് ആ വചനം പരിശുദ്ധാത്മാവ്. അതിന്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 12 വർഷം രക്തസ്രാവക്കായ സ്ത്രീയോട് ഒരു വാക്ക് കിട്ടി, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവന്റെ ഉള്ളിൽ ഒരു വചനം കിട്ടി. അപ്പൊ അവർ പ്രോസസ് ചെയ്ത് സ്തോത്രം കർത്താവേ, എനിക്ക് ആ വചനത്തെ അവന്റെ വസ്ത്രത്തെങ്കിലും ഒന്ന് തൊടാൻ കർത്താവേ കൃപ തരണമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സമയം എന്ത് ചെയ്തു? അതിന്റെ സമയം വന്നു. തക്ക സമയത്ത് ഞാൻ പറഞ്ഞ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് വരുന്നു. തക്ക സമയത്ത് അതിന് നിവർത്തിയാ കറക്റ്റ് പോയിന്റ് ആയപ്പോ എന്ത് ചെയ്തു? ഇവര് ധൈര്യത്തോട് ചെന്ന് എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞു എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അതാണ് വിശ്വസിക്കുന്നത് വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വലിപ്പം. അല്ലെങ്കിൽ അതാണ് പ്രോസസ്ഡ് വചനം. ഉൾനട്ട മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാന്ന്? യാക്കോബിന്റെ ലേഖനത്തിൽ ഉൾനട്ട വചനം കൈക്കൊള്ളുകയും. ആ വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈ വചനമൊക്കെ അങ്ങോട്ട് പ്രോസസ് ചെയ്ത് നമ്മുടെ വിശ്വാസവും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ എന്താ പറയുന്നത്, ആറ്റരുത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത്. ഈ ആറ്റരുത് എന്ന് പറഞ്ഞാൽ നല്ല നനവ്, നീന്തിയിട്ടല്ലാതെ കടപ്പം കഴിയാത്ത ആത്മ നദി കൂടെ ഒക്കെ ഒന്ന് കടന്നു പോകുമ്പോഴേ ആ വചനമൊക്കെ എന്ത് ചെയ്യുക? അങ്ങ് കുതിർന്ന് ആ മണ്ണ് ഇല്ലേ പറയുന്നത്, മത്തായി പറഞ്ഞിട്ടില്ലേ, നല്ല നിലത്ത് വീണ ആ വിത്ത് പോണൊക്കെ ഈ വചനം എന്ത് ചെയ്തു? ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും വചനത്തിന്റെ ആ സ്തുതിയും സ്തോത്രവും ഒക്കെ നല്ല നിലമാ. അവിടെ അവിശ്വാസമില്ല, വിശ്വാസമാണ്. കൺഫ്യൂഷൻ ഇല്ല, ഭയമില്ല. ഈ നല്ല നിലമെന്ന് പറഞ്ഞാൽ ഈ കട്ടയും കരയെന്ന് പറഞ്ഞാൽ ഈ കട്ട എന്ന് പറയുന്നതാണ് അവിശ്വാസം. ഇന്ന് ഗ്യാസ് ഇല്ല, ഗ്യാസ് എവിടുന്ന് കിട്ടും? ഇങ്ങനെയൊക്കെയുള്ള അവിശ്വാസം രാവിലെ കൊണ്ടുവന്ന് ശത്രു അങ്ങ് കൊണ്ടുവന്ന് എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിലിടും. പക്ഷെ ഇന്ന് എന്ത് ചെയ്യാ? യുദ്ധം തീർന്നെന്നുള്ള വാക്യം നമ്മൾ വായിക്കാനൊന്നും കാണുന്നില്ല. എന്നാൽ പത്രം എടുത്തൊന്ന് വിശ്വാസത്താലൊക്കെ വായിക്കുമ്പോഴേ അതിനകത്ത് യുദ്ധമൊക്കെ 5 ദിവസത്തേക്ക് എങ്ങനെയാണ്ട് തീർന്നെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവം നമ്മെ കരുതുന്ന ദൈവം, തക്ക സമയത്ത് വേണ്ടി നമുക്ക് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. അല്പം കൊണ്ടോ അധികം കൊണ്ടോ അവൻ പ്രവർത്തിപ്പാൻ ശക്തൻ. ആ വചനം നമ്മളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ
ആ വലിയ അപ്പം എന്ത് ചെയ്യുക, ഒരു അതാണ് എന്താ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വായിൽ വചനം കൊണ്ട് നിന്ന് ജീവിക്കുന്നു. ആ വചനം കൊണ്ടും ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ ആത്മാവ് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ്, ആത്മാവ്, ആ വചനം എന്നത് ആത്മാവിന്റെ വാള. അപ്പൊ ഈ വചനവും പരിശുദ്ധാത്മാവും ചെന്നാല് വചനം പറയുന്നത് സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ദൈവത്തിന്റെ ആത്മാവിനാലത്രേ. ആത്മാവിനാൽ. തിരുബാബയിൽ അവിടെ നിന്ന് ഭാരപ്പെടുക, ഈ ആലയം എങ്ങനെ പണിയും, എനിക്ക് ABCD അറിയാൻ വയ്യ. തിരുബാബലിനോട് പറയുന്നു, സൈന്യത്താലല്ല ശക്തിയാലല്ല, നിന്നുമേലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങളെ, അവയെ കണ്ട് നാം ഭരപ്പാടാതെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് സമഭൂമിയായി തീരും എന്ന് പറഞ്ഞാൽ ദൈവം അതിനൊരു പ്രൊഫഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അത്ഭുതങ്ങൾ ദൈവം. മോശ കരഞ്ഞപ്പോ എന്താ പറഞ്ഞേ? ഹല്ലേലൂയ. നീ എന്തിനാ കരയുന്നേ? മുന്നോട്ട് ഉയർത്ത. അപ്പോഴേ മോശ നോക്കിയപ്പോ ഒരു വലിയൊരു കരം കാണുന്നു. ഹല്ലേലൂയ. മോശ ആ വടി അങ്ങോട്ട് നീട്ടി. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വടി എന്ന് പറഞ്ഞാൽ വചനം. ഹല്ലേലൂയ. ആ വചനം എന്ന് പറയുന്നതാണ് വടി. അത് ദൈവം നമ്മുടെ കൈ തന്നിരിക്കുക. അവർക്ക് 10 കൽപ്പനയാണെങ്കിലും ഇന്ന് നമുക്ക് എത്ര? ബൈബിൾ മുഴുവൻ തന്നിരിക്കുക. എത്ര കൽപ്പനകളുണ്ട്! 1000 പ്രോമിസാ. നമ്മളതങ്ങോട്ട് കണ്ടെത്തി ഭക്ഷിച്ച് വിശ്വാസത്തിന്റെ നായനും പൂർത്തി വരുത്തുന്നതിനായ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ വിശ്വാസ ജീവിതം ചെയ്ത്, ഇതാണ് ഈ ക്രിസ്ത്യ ജീവിതത്തിന്റെ സന്തോഷം. കർത്താവിനെ നോക്കി നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് എന്ത് ചെയ്യാം? നമ്മുടെ മനസ്സിന് ആനന്ദവും സന്തോഷവുമായിട്ട് കർത്താവിന്റെ വചനം അങ്ങ് വസിക്കും. ഹല്ലേലൂയ. അതാണ് കർത്താവ് സദൃശവാക്യത്തിൽ പറയുന്നതാണ്, നീ എന്റെ ചെവി ചായ്ച്ച് നിന്റെ ഹൃദയത്തെ എന്ത് ചെയ്യാ, ഒന്ന് എന്തോ 2-ാം അധ്യായത്തിന് ഒന്ന് ചായ്ച്ച് ഒന്ന് കേൾക്കുമ്പോഴ് ഈ വചനം നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ചിലപ്പം ചില സമയത്ത് വചനം നമ്മൾ കേട്ട് അങ്ങ് ചിലപ്പോൾ അങ്ങ് ഓർക്കത്തിലായിരിക്കും, ദർശനമായിട്ടൊക്കെ ആയിരിക്കും വരും, നമ്മളത് എഴുതി വെക്കത്തില്ല, ചിലപ്പോൾ അങ്ങ് മറന്നു പോകും. പക്ഷെ നമ്മൾ ആ കേട്ട വചനം ധ്യാനിച്ചുകൊണ്ട് ഇതെന്നോട് സംസാരിച്ച വചനം അത് സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുക? അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുക? നമ്മുടെ ഹൃദയത്തിന് ഒരു ആനന്ദം, ഒരു സന്തോഷമായി, ഒരു വിടുതലായി, അത്ഭുതമായിട്ട് അങ്ങ് മാറും. ഹല്ലേലൂയ. ഈ തിരുവെഴുത്തുകളെ, അതാണ് തിരുവെഴുത്തിന്റെ കൊള്ളയൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ അനുഭവിക്കുക എന്ന് പറഞ്ഞു. ഇതെല്ലാം വചനം നമുക്കുണ്ട്. ജീവന്റെ വചനം നമ്മുടെ കയ്യിലുണ്ട്. അത്ഭുതം കണ്ട ദൈവം. പക്ഷെ അത് നമ്മൾ പ്രോസസ് ചെയ്ത് നമ്മുടെ ഉള്ളിലോട്ടൊന്ന് ആക്കി അതിനെ ഒന്ന് ഭക്ഷിച്ച് ഒന്ന് ബലം പ്രാപിക്കണമെങ്കിൽ പത്രസഭയിൽ പറയുന്നത് എന്താ? വചനമെന്ന മയമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ചില ഡ്യൂപ്ലിക്കേറ്റ്, ചില കപട ഉപദേശങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൾസ് പ്രോഫിറ്റ് എന്ന് പറയും, ദുരുപദേശക്കാരൊക്കെ കയറി ഇതിനകത്തൊക്കെ എന്ത് ചെയ്യും? മായം കയറ്റും. ഈ മായമായിട്ടുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പോഷണം കിട്ടത്തില്ല, അത്ഭുതങ്ങളൊന്നും നടക്കത്തില്ല. ദൈവദേവത അങ്ങനെയൊന്നുമില്ല. ചില ലൂസായിട്ട് ഇച്ചിരി വെള്ളം ചേർത്തൊക്കെ വിടും. അതൊന്നും നമുക്ക് ആരോഗ്യം കിട്ടത്തില്ല. അതൊക്കെയാണ് നമുക്ക് ഈ ചിലപ്പം വിടുതലൊക്കെ ലേറ്റ് ആകുന്ന. എന്നാൽ ദൈവത്തിന്റെ കർത്താവിന്റെ വചനം എന്ത് സംസാരിക്കുന്നു! ഹല്ലേലൂയ. അവിടുന്ന് ഇന്ന് രാവിലെ എന്നോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു നിധിയെ പോലെ എന്താണ് പറഞ്ഞേ? ജ്ഞാനത്തെ ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനത്തിലുണ്ട്, അവനിൽ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ട് കിടക്കുന്നു. സദൃശവാക്യം 2:4 വായിച്ചു. സദൃശവാക്യം 2:4-5. അതിനെ വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരയുന്നു എങ്കിൽ നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. കണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നമ്മളൊന്ന് അന്വേഷിക്കണം. ഇത് അന്വേഷിക്കുമ്പോഴേ ആ വയലിലൊക്കെ ഒളിച്ചിരിക്കുന്ന നീതിയൊക്കെ നമുക്കൊന്ന് കിട്ടുന്നുള്ളൂ. അവനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും. ഇരമ്യാവിന്റെ പുസ്തകത്തിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഇരമ്യാവിന്റെ പ്രവചനത്തില് നിങ്ങൾ അവനെ എന്ത് ചെയ്യുക? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തും. ഹല്ലേലൂയ. നമ്മൾ അതിന് വേണ്ടി, അതാണ് ദാഹിക്കുന്നവന്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായിട്ട് കുടിക്കട്ടെ. ഹല്ലേലൂയ. ഒരു ദാഹം ഉണ്ടാകണം. ഹല്ലേലൂയ. ഒരാഗ്രഹം. ഇപ്പം തന്നെ ഈ ലൈനിൽ ഇത്രയും പേര് ഇരിക്കുന്നു. ഞാൻ നോക്കിയില്ല. ഒരു ദാഹം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരിക്കാൻ ഒക്കത്തില്ല. ഇതെത്ര കേട്ടതാ, ഇന്നലെയും കേട്ടോ, ഞായറാഴ്ചയും കേട്ടതാ. ഒരു പ്രെയർ മീറ്റിങ്ങിന് ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ സ്കൂളിലെടുത്തൊരു അവിടെ പ്രെയർ മീറ്റിംഗ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ സഭായം കഴിഞ്ഞിട്ടാണ് ഈ പ്രെയർ മീറ്റിംഗ് വരുന്നത്. അപ്പം ഒരു പാർട്ടിയെ പ്രെയർ മീറ്റിങ്ങിന് വിളിച്ചോണ്ടേ പറയാ, പൽപ്പായസം കുടിച്ചിട്ട് ഇനി പിന്നെ എന്തോ ചെയ്യാനാന്ന്. അപ്പൊ ഞായറാഴ്ച രാവിലെ പോയി ആരാധന കഴിഞ്ഞാ പറഞ്ഞു, വൈകിട്ട് വന്ന് രാവിലെ ആരാധനയ്ക്കകത്ത് പൽപ്പായസമായിരുന്നു. പിന്നെ നിങ്ങളുടെ പായസം ഇനി എന്തോ
കുടിക്കാൻ. ഈ പാർട്ടി തന്നെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ വന്ന് കരഞ്ഞ്, യൂതറേ പ്രാർത്ഥിക്കണേ, വീട്ടിൽ ഭയങ്കര പ്രോബ്ലങ്ങൾ, പ്രയാസങ്ങൾ, ഇവൻ ഡെത്ത് വരെ സംഭവിച്ചെന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ നികർഷി, ഇതിനെയൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. കർത്താവ് ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ, പോയി പ്രാർത്ഥനയ്ക്ക് അവസരം കിട്ടുവാണെങ്കിൽ ഒരിക്കലും രാത്രിയിലെ രാമങ്ങളിലൊക്കെ എഴുന്നേറ്റ് എന്ത് ചെയ്യാ, 7 പ്രാവശ്യം നമ്മളിങ്ങനെ വായിച്ച്, നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ദിവസം 7 പ്രാവശ്യം നിന്നെ, ഇല്ലേ, 162 64 വാക്യത്തിലാണ് ഇപ്പൊ വായിച്ചില്ലേ, 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. വേറൊരു വചനത്തിൽ പറഞ്ഞ സങ്കീർത്തന ദാവീദ് പറഞ്ഞു, ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് നിന്നെ എന്ത് ചെയ്യാം, ഇരിക്കുന്നു, രാത്രിയുടെ യാമങ്ങളെ നിന്നെ സ്തുതിക്കേണ്ടതിന് ഞാൻ യാമങ്ങളെ നോക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അത് എങ്ങനെയെങ്കിലും ഒന്നിട്ട് വേണം ആ യാമത്തിന്റെ ആരംഭത്തില്. യാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞ് ഇസ്രായേൽ അവർക്കുണ്ട് രാത്രി 3 മണി 6 മണി 9 മണി ഇങ്ങനെ യാമങ്ങളുണ്ട്. അതിൻ്റെ യാമത്തിൽ ആ സ്റ്റാർട്ടിങ് സമയത്തെ അവരെന്ത് ചെയ്യുക, ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഒന്ന് നോക്കിയിരിക്കുക കർത്താവിനെ. അപ്പൊ നമ്മൾ ദൈവത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അത്രമാത്രം ഹല്ലേലൂയ അതൊരു നിക്ഷേപമായിട്ട് നമ്മുടെ ഉള്ളിൽ അങ്ങ് ഐശ്വര്യമായി വാഴുവാണ്. വചനം നമ്മുടെ ഉള്ളിലുണ്ടോ, വചനം ജീവനാണ്, ഹല്ലേലൂയ വിടുതലാണ്. പത്രോസിനോട് പറഞ്ഞു, കൈ പൈസ ഇല്ലേ, നോ പ്രോബ്ലം, പോയി ഒരു മീനെ പിടിക്കുക, എൻ്റെ വായ തുറക്കുക, അതിനകത്ത് എന്ത് ചെയ്യുക, പൈസ ആയിരിക്കുക. ഇതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന് ഒന്നിനും അസാധ്യമായത് ഒന്നുമില്ല. മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. യഹോവയാൽ കഴിയാത്ത കാര്യം വല്ല കാര്യം ഉണ്ടോ? ഈ വചനം നമ്മോട് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ അത്ഭുതമായിട്ട് നമ്മളതങ്ങ് വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ, അത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു വിടുതലായിട്ട് കർത്താവിന്റെ ആത്മാവ് അത് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഉൾനട്ട് ഒരു വചനമായിട്ട് നമ്മളിലങ്ങ് അടുത്ത് വരും. അതാണ് കർത്താവ് പറഞ്ഞ യാക്കോബ് പുസ്തകം പറയുന്നത് എന്താ, പാപികളെ ദൈവത്തോട് അടുത്ത് ചെല്ലുവേൻ, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവേൻ, ഇരുമനസ്സൊക്കെ നിങ്ങളുടെ ഹൃദയങ്ങളെയൊക്കെ ഇരുമനസ്സൊക്കെ എടുത്ത് മാറ്റി ശുദ്ധീകരിപ്പീൻ. ഹല്ലേലൂയ. അപ്പൊ ഈ എന്താ പറയുന്ന അവിശ്വാസവും ഇങ്ങനെയൊക്കെയുള്ള ചില മുള്ളുകള് വചനത്തെ ഞെരുക്കി കളയുന്ന ചില അവസ്ഥകളുണ്ട്. എത്ര പറഞ്ഞാലും ചിലർ പറയും, ക്യാൻസർ ഒന്നും ദൈവം പ്രാർത്ഥിച്ചാലൊന്നും മാറത്തില്ല, ഇങ്ങനെ വേണമെന്ന്. അങ്ങനെയുള്ളവരുടെ അടുക്കെ നിൽക്കരുത്. മരുന്നെല്ലാം ഒരു സപ്പോർട്ടന്നെ ഉള്ളൂ. നമ്മുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യെ പിടിച്ച് കൂട്ടിപ്പിടിപ്പിക്കാൻ, കണക്ട് ചെയ്യാൻ ഒരു മരുന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെങ്കിൽ അതിനകത്ത് ബാക്ടീരിയ ഇരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും പുരട്ടി വെക്കാൻ, ഈ ഡെറ്റോളും ഒക്കെ പുരട്ടുമ്പോഴേ ആ ബാക്ടീരിയ അങ്ങ് നശിച്ചു പോകുന്നതുകൊണ്ട് ഹീലിംഗ് ഇച്ചിരി ഫാസ്റ്റായിട്ട് നടക്കുന്നേ ഉള്ളൂ. പക്ഷെ കൂട്ടിപ്പിടിപ്പിക്കുന്നത് ആരാ? ഇതിന്റെ നാച്ചുറൽ ഹീലിംഗാ, ദൈവമാണ്. ദൈവം അതിൽ തന്നെ ഒരു സെറ്റ് കൊടുത്തിരിക്കുക. എന്നാൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈ സെറ്റ് എന്ത് ചെയ്യും, വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യും, സാധാരണ ഹീൽ ചെയ്യുന്നതിന്റെ 10 ഇരട്ടി 100 ഇരട്ടി അത്രമാത്രം നമ്മൾ വിശ്വസിക്കുന്നത് ഫാസ്റ്റായിട്ട് അത് ഹീൽ ചെയ്യും. അത്രയേ ഉള്ളൂ. എല്ലാം ഹീലിംഗ് എല്ലാം ഇതിനകത്ത് വെച്ചിരിക്കുക, നിത്യതയും നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ വചനം. സമയമായല്ലോ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിപ്പാനും, ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവേ എന്നിലൊന്ന് തരണമേ, എന്നിൽ വന്ന് ഹല്ലേലൂയ, തങ്കച്ചിറകടി എത്ര നാൾ ഞാൻ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളിവിട്ടു. അപ്പൊ പരിശുദ്ധാത്മാവോട് പറയാം, കർത്താവേ എന്റെ ഹൃദയത്തിൽ വരണമേ. എസ്കേൽ പറയുമ്പോ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, ഒരു പുതിയ ഹൃദയം തരും, പുതിയ ആത്മാവിനെ ഞാൻ നിന്റെ ഉള്ളിലാക്കും, നിന്റെ കല്ലായിട്ടുള്ള എല്ലാം മാറ്റിട്ട് ഒരു മാംസമായ ഹൃദയം. ആ ഒരു നല്ല ഹൃദയത്തിലെ, ആ നല്ല നിലത്തിലെ ഈ വിത്ത് വളരത്തുള്ളൂ. വചനമെന്ന വിത്ത് അവിടെ വളരത്തുള്ളൂ. അത് വളർന്ന് ഒരു വലുതാവുമ്പോഴാണ്, ഒരു വിശ്വാസം ഒന്ന് വ്യാപരിച്ചൊന്ന് വിശ്വാസം ഒന്ന് വലുപ്പമാവുമ്പോഴാണ് അത് അത്ഭുതമായിട്ട് ഫലങ്ങളൊക്കെ പ്രകടിക്കാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു വിത്ത് അങ്ങോട്ട് വീണ ഉടനെ നമ്മൾ അവിടെ ഫലം നോക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇന്നത്തെ വിത്തൊക്കെ ചിലപ്പോൾ മാങ്ങ ആണെങ്കിലും 4 വർഷമെങ്കിലും, തേങ്ങ ആണെങ്കിലും 1-2 വർഷമെങ്കിലും ഇരിക്കും. അതുപോലെ ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുക, അത് നമ്മളൊന്ന് വളരണം. അതിനായിട്ടൊരു സാഹചര്യം ഒന്ന് ഒരുക്കി കൊടുക്കുന്ന നമ്മളെ ദൈവം കർത്താവ് പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദാവീദ് പറയുന്നത്, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ തന്ന് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ആ പരിശുദ്ധാത്മാവും ആ ജീവനും സ്വർഗത്തിൽ നിന്നുള്ള കർത്താവിന്റെ ആ വചനങ്ങളും ആ റേമായും ഒക്കെ അങ്ങോട്ട് സൂര്യപ്രകാശമായിട്ടൊക്കെ വന്നെങ്കിലേ ഈ വിത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു വലിയൊരു അത്ഭുതമായിട്ട് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കത്തുള്ളൂ. വളർന്ന് ഒരു ഫലം കൊടുക്കുന്ന ഒരു അവസ്ഥ ഈ ദിവസം നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ വായിച്ചതുപോലെ അവൻ എന്നെ മിന്നിക്ക് ഒരു അമ്പാകി തന്റെ ആവനാഴിയിൽ എന്നെ ഒളിപ്പിച്ചു വെച്ചു. മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ റെഡിയാക്കി വെച്ചിരിക്കുക. എപ്പോഴാ ആക്ടിവേറ്റ് ആകുന്ന ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യുക, ഈ വചനം എടുത്ത്
വചനം എന്ന വാളായിട്ട് അല്ലെങ്കിൽ റെഡിയായിട്ട് ഓരോ അമ്പായിട്ട് നമ്മുടെ ഉള്ളില് ഒളിപ്പിച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് ശത്രു വരുമ്പോഴേ ഇതേലും ഒരെണ്ണം അങ്ങോട്ട് കൊടുത്താൽ മതി. ഗസ്റ്റ് ഒക്കെ വരുമ്പോഴേ, രോഗികളായിട്ടിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോഴേ, ചില ഭൂപതിശാന്തികളൊക്കെ നടത്താൻ ഓരോ അമ്പ് എടുത്തങ്ങോട്ട് കൊടുത്താൽ മതി. ഈ ശത്രു എന്ത് ചെയ്യും? ഒട്ടിപ്പോവും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാ. പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിലോടും, രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. ഇവിടുത്തെ വചനം എന്ത്? ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ കല്ലറകൾ തുറന്നു. ഹല്ലേലൂയ. നാളത്തിൽ നമ്മുടെ കർത്താവ് ഇതുപോലെ കാണാൻ ഇവിടെ കയറി വരുവേൻ. ആ കാള ശബ്ദം കേൾക്കുമ്പോ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോടൊത്ത് ആയിരിക്കും. ആ ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. ആ വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. അല്ല, പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ആ ശബ്ദം കേൾക്കുമ്പോൾ മാത്രം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തെ പ്രോസസ് ചെയ്ത് ഒരു പുതിയ ശരീരമായി, താഴ്ചയുള്ള ശരീരമാക്കി അവിടുന്ന് മാറ്റും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നമ്മൾ ഐശ്വര്യമായി വരുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇവരോട് നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും എന്ത് ചെയ്യാം? മുടക്കമില്ല. ഹല്ലേലൂയ. അവിടുത്തെ എന്ത് ചെയ്യാ? ലാവണ്യം നിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു, നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാൾ അരക്ക് കേട്ടുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഒരുകാലം നമ്മളെ അവിടുത്തെ ഉള്ളം കൈകളില് ആ കൈയുടെ നിഴലിൽ നമ്മളെ മറച്ചു വെച്ചിരിക്കുക. അത്യുന്നതന്റെ ആ മറവിൽ വസിച്ചുകൊണ്ട്, ആ ചെറുശത്തിന്റെ നിഴലിൽ പാർത്തുകൊണ്ട് ഇപ്പോൾ കാലം ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. ഒരു വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ആ കർത്താവിൽ സന്തോഷിപ്പാനും ഹാലിൽ ആനന്ദിപ്പാനും വിശ്വാസത്തിന്റെ നാൻ പൂർത്തിയെന്ന കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കൊടുക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഇല്ല ഈ പ്രഭാത സമയം നിന്റെ പാദപീഠത്തിലിരിപ്പാനും കർത്താവേ, നിന്റെ വചനങ്ങളെയൊക്കെ ശ്രമിപ്പാനും ശക്തിപ്പെടുവാനും ഒക്കെ കർത്താവെ നീ ഞങ്ങൾ ഇടയാക്കിയതിനായ സ്തോത്രം. കർത്താവ് ഒരു വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ കർത്താവിന്റെ വചനത്തിൽ സന്തോഷിപ്പാനെതിരായി ദാഹിപ്പാനും ക്രിസ്തുവിന്റെ വചന ഐശ്വര്യമായി ഞങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യുവാനും ഹല്ലേലൂയ ക്രിസ്തുവിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളുടെ ജീവിതം തീരുവാനും ഇടയാകട്ടെ. അവനെ അറിയേണ്ടതിന് അവന്റെ പുനരുത്ഥാനത്തിന്റെ മരണാനുഭവങ്ങളെയും ശ്രേഷ്ഠാനുഭവങ്ങളുടെ കൂട്ടായ്മയൊക്കെ ഒന്ന് അനുഭവിച്ചറിയുവാൻ ഈ വല്ലാതെ ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാട്ടെ. കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, മാതാപിതാക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, സ്വർഗീയ ദൂതന്മാർ കാവലുണ്ടായിരുന്നാട്ടെ. ഹല്ലേലൂയ. നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളുടെ ജീവിതം തീരട്ടെ. കർത്താവേ, സമ്പത്തും ഭൗതികമായ കഷ്ടങ്ങളിലെ പ്രയാസങ്ങളിലെ നടന്നു പോകുന്ന പ്രിയമക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കണേ, ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും. ഇതിനുള്ള വിധികൾ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുന്നുള്ള വചനപ്രകാരം കർത്താവ് താങ്ങി സഹായിച്ചാട്ട്. കർത്താവെ, രോഗികളായി ബലഹീനിരിക്കുന്ന കർത്താവെ, അവിടുത്തെ വചനം അതിവേഗം ഓടുന്ന അവിടുത്തെ വചനം അയച്ച് നീ അവിടുന്ന് വിടുവിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, എല്ലാ രോഗബന്ധനങ്ങളും കർത്താവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ, വേദങ്ങളും വിട്ടുപോട്ടെ. ഹല്ലേലൂയ. അന്തരീക്ഷ അസുഖങ്ങളെല്ലാം മാറിപ്പോട്ടെ. രോഗത്തിന് ഏറ്റ വൈദ്യൻ ഞങ്ങളുടെ കർത്താവാകയാൽ സ്തോത്രം. കർത്താവെ, നിന്റെ ആത്മാവിനാൽ ജയം നൽകിക്കാട്ടെ. ദൈവകൃപയിൽ സൂക്ഷിച്ചാട്ടെ. ഇടുന്ന താൻ ദാസിക്കായ സ്തോത്രം. എല്ലാ കൃപ അനുഗ്രഹങ്ങൾ ആന്തരിച്ചു വരുവാനായി ഒരുക്കും നിങ്ങൾക്ക് വേണ്ടി ജീവൻ എന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ യാചിക്കുന്നതാ, കൃപയായി കേൾക്കണമേ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ധാരാളം അനുഗ്രഹിക്കട്ടെ.